ഇന്നലെ തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോർട്ട് സെഷൻ ജഡ്ജായ ആഷ് കെ ബാൽ, ചിലർ ബാലൻ എന്ന് പത്രത്തിൽ എഴുതിയിട്ടുണ്ട്, അങ്ങനെയല്ല, എനിക്കറിയാവുന്ന ആളാണ്, ആഷ് കെ ബാലെന്ന് തന്നെയാണ് പേര്. ആഷ് കെ ബാൽ ഒരു വിധി പ്രഖ്യാപിച്ചു. ഒരു 82 വയസ്സുകാരനായ ഹമീദ് എന്ന ആളിനെ, അലികുന്നേൽ ഹമീദ്, ചീനിക്കുഴി എന്ന് പറയുന്ന സ്ഥലമാണ് തൊടുപുഴയിൽ. അപ്പോൾ അവിടെ അയാൾക്ക് വധശിക്ഷ നൽകിക്കൊണ്ടുള്ള ഒരു വിധി വന്നു. അയാൾ വലിയ കുറ്റമൊന്നും ചെയ്തില്ല കേട്ടോ, 4 പേരെ കൊലപ്പെടുത്തിയേ ഉള്ളൂ. അയാളുടെ മകനെന്ന് പറയുന്നത് മുഹമ്മദ് ഫൈസൽ, 50 വയസ്സുകാരനാണ്. മകൻ്റെ ഭാര്യ, അതായത് മരുമകൾ ഷീബ, 40 വയസ്സ്. അതേപോലെ മെഹറിൻ എന്ന് പറഞ്ഞ ഇവരുടെ മക്കൾ, അതായത് ഈ മകൻ്റെയും ഈ മരുമകളുടെയും കൂടെ മോള് 16 വയസ്സുള്ള പെൺകുട്ടി. അതേപോലെ അസ്ന എന്ന് പറയുന്ന 13 വയസ്സുള്ള പെൺകുഞ്ഞ്. ഇവരെ ഇത്രയും പേരെയും കൂടെ ഇയാളങ്ങ് ചുട്ടുകൊന്നു. വസ്തുതർക്കമാണ് കാരണം. മകന് പണ്ട് ഇയാൾ വസ്തു ഇഷ്ടദാനമായിരിക്കുമെന്ന് അതോ സെറ്റിൽമെൻറ്റ് ഡീഡ് എഴുതി കൊടുത്തോ ഇല്ലോ എന്ന് അറിയാൻ വയ്യ. ഏതായാലും എഴുതി കൊടുത്തിരുന്നു. അപ്പോൾ ഇവരെല്ലാം കൂടെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഈ ഹമീദും ഈ മോനും മരുമോളും ഈ മോൻ്റെ 2 പെൺമക്കളുമായിട്ട് ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഇയാൾ കുറേ നാളുകൊണ്ട് ഈ വസ്തു തിരിച്ചെഴുതി തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. അതിന് ഈ മകൻ തയ്യാറായില്ല. അങ്ങനെ ഇവർ തമ്മിൽ അതിനെ സംബന്ധിച്ച് വലിയ തർക്കങ്ങളും ഒക്കെ നടക്കാമെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇയാൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഇയാളെ മകൻ സംരക്ഷിക്കുന്നില്ല എന്നൊക്കെ ഇയാൾക്ക് അങ്ങനെ ഒരു കേസുണ്ടെങ്കിൽ ഇയാൾക്ക് സബ് ഡിവിഷൻ മജിസ്ട്രേറ്റിനെ സമീപിക്കായിരുന്നു. മെയിൻ്റനൻസ് ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് വെച്ചുകൊണ്ട്. കാരണം ഞാൻ ഇതുപോലെ ഇഷ്ടദാനം കൊടുത്ത വസ്തുവാണ്, എന്നെ ഇപ്പോൾ സംരക്ഷിക്കുന്നില്ല, ആ ആധാരം റദ്ദ് ചെയ്യണം എന്ന് ഇയാൾക്ക് പറയാമായിരുന്നു. അതൊന്നും അയാൾ ചോദിച്ചിട്ടില്ല, അതിനെ പോയതുമില്ല. അയാൾ കണ്ട കുറുക്കുവഴി എന്ന് പറയുന്നത് കൊലപാതകമാണ്. അതിനെക്കുറിച്ച് ആലോചിച്ചു. അങ്ങനെ 2022 മാർച്ച് 18 അർദ്ധരാത്രി, ഏതാണ്ട് 12:30 മണിക്ക്, ആലോചിച്ച് നോക്കിയോളൂ, 12:30 മണി, രാത്രി 12:30 മണിക്ക് ആണ് ഇയാൾ ഇതിനുള്ള സമയമായിട്ട് തിരഞ്ഞെടുത്തത്. അതിനുള്ള മാർഗമൊക്കെ ഇയാൾ മുൻകൂട്ടി കറക്റ്റ് കരുതി വച്ചിരുന്നു. കാരണം ഈ മുഹമ്മദ് ഫൈസൽ, ഇയാളുടെ മകൻ, എന്നും കുറച്ച് പെട്രോള് അയാളുടെ വീട്ടിൽ കരുതും. അപ്പോൾ അത് ഇയാൾക്കറിയാം. അപ്പോൾ ഇയാൾ ചെയ്ത പണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ അങ്ങ് ചുട്ടുകൊല്ലാൻ തീരുമാനിച്ചു. എന്നിട്ട് അത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി. അതൊരു വളരെ വല്ലാത്ത ഒരു ഇടപാടാണ് ചെയ്തു വെച്ചത് കേട്ടോ. കാരണം ഇത്രയും അയാൾക്കന്ന് ഇപ്പോൾ 82 വയസ്സ് ഉണ്ടെങ്കിൽ അയാൾക്കന്ന് 79 വയസ്സ് പ്രായമുണ്ട്. അയാൾക്കന്നും ഒരു 79കാരൻ ഇങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ, അത് വേറെ ഒന്നും ആലോചിക്കേണ്ട. അതായത് 79 വയസ്സുകാരൻ ഇതുപോലെ ഉള്ള കണക്കൂട്ടലാണ്. കണക്കൂട്ടി ചെയ്ത പണി എന്താണെന്നറിയോ? ഇയാൾ അതിൻ്റെ ആ വീടിൻ്റെ വാതിലുകൾ എല്ലാം വെളിയിൽ നിന്ന് പൂട്ടി. രാത്രി ഇയാൾ വെളിയിലിറങ്ങിയിട്ട് പൂട്ടി കഴിഞ്ഞിട്ട് ഈ മോനും ഭാര്യയും മക്കളും കിടന്നുറങ്ങുകയല്ലേ. ഇത്രയും രാത്രി 12 മണിയാണ്. ഇയാൾ അതിനു മുമ്പ് ആ വീട്ടിലെ പൈപ്പിലെ വെള്ളം മുഴുവൻ തുറന്നു വിട്ട് ടാങ്ക് കാലിയാക്കി. എന്നിട്ട് ഈ മോട്ടറിൻ്റെ സ്വിച്ച് ഇടാൻ വയ്യാത്ത വിധത്തിൽ അതിൻ്റെ ബന്ധം വിച്ഛേദിച്ചു. അപ്പോൾ വെള്ളം എടുക്കരുത്, ഈ തീ ആയിക്കഴിഞ്ഞാൽ ഇത് അണയ്ക്കരുത് ഒരു കാരണവശാലും. എന്ത് കരുതി കൂട്ടി ചെയ്തേക്കെന്നറിയോ? ഇവരെ ചുട്ടു കൊല്ലുമ്പോൾ ഈ തീ ഒരിക്കലും അവരെ അണയ്ക്കാതിരിക്കാൻ വേണ്ടിയുള്ള മാർഗം ചെയ്തു. ഇത് മാത്രമല്ല, ഇനി അടുത്തുള്ള വീട്ടുകാർ ഇതറിഞ്ഞ് അവർ കയറി അവിടെ നിന്ന് വെള്ളം എടുത്ത് തീ എങ്ങാണോ അണച്ചാലോ, അതിന് ചെയ്ത പണിയെന്ന് പറഞ്ഞാൽ അവരുടെ മോട്ടറിലെ അതിൻ്റെ ബന്ധവും വിച്ഛേദിച്ചു ടാങ്കിലേക്കുള്ള. അപ്പോൾ ഈ മുന്നൊരുക്കങ്ങളെല്ലാം നടത്തിയതിന് ശേഷം ഇയാൾ ചെയ്ത പണി, ഈ പെട്രോള്, അതായത് ഈ ഫൈസൽ കൊണ്ടുവച്ചിരുന്ന പെട്രോള് 12 പ്ലാസ്റ്റിക് കുപ്പികളിലായിട്ട് ഓരോ കുപ്പിയിലും 1/4 ഭാഗമായിട്ട് നിറച്ചു. എന്നിട്ട് ഓരോന്നിനും ഈ നമ്മുടെ തുണി കൊണ്ടുള്ള ഇത് വേസ്റ്റ് നമ്മൾ തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ആ വേസ്റ്റ് വെച്ച് അത് തിരികെ അടച്ചു. അതിനുശേഷം ഇത് കത്തിച്ച് ഇയാൾ ഈ ജനലിലൂടെ അകത്തേക്ക് എറിയുകയാണ്. അവർ തീ കത്തിയപ്പോഴത്തേക്ക് ഇവർ ഉണർന്ന്
മുഴുവൻ തീ ആളിപ്പടരുകയാണ്. ഉണർന്നിട്ട് അവർ പരക്കം പഞ്ഞും ബാത്റൂമിലേക്ക് ഓടി. ഈ മരുമകൾ എന്തിനാ വെള്ളമെടുത്ത് ഇത് അണയ്ക്കാൻ നോക്കിയപ്പോൾ വെള്ളമില്ല, പൈപ്പ് വെള്ളമില്ല. കാരണം ഇയാളെല്ലാം തുറന്നു വിട്ട് തീർത്തല്ലോ. ആ രീതിയിലുള്ള പണിയെല്ലാം കാണിച്ചാണ് ഇയാൾ ഇതേപോലെ ചെയ്തത്. അപ്പോൾ ഈ കേസിനെ കുറിച്ച് ഞാൻ പറയാൻ കാര്യം, ഇനി ഈ വധശിക്ഷ ഹൈക്കോടതി ശരിവെക്കേണ്ടതുണ്ട്. കൺഫേം ചെയ്താൽ മാത്രമേ അത് യഥാർത്ഥ ശിക്ഷയാവുള്ളൂ. ഇല്ലെങ്കിൽ വധശിക്ഷ നിലനിൽക്കത്തില്ല. ഹൈക്കോടതി കൺഫേം ചെയ്യണം. അപ്പോൾ അതിന് ഇനിയിപ്പോൾ ഏതായാലും റെക്കോർഡൊക്കെ ഹൈക്കോടതിയിലേക്ക് അയക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ഒരുപാട് പേര് എന്നെ ഇന്നലെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ഒരു 82 വയസ്സുള്ള ഒരാൾക്ക് വധശിക്ഷ കൊടുക്കാൻ പറ്റുന്നതാണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ അത് ഒരുപാട് പേർക്ക് വധശിക്ഷ കൊടുത്ത ഒരു ചരിത്രം എനിക്ക് ഉള്ളതുകൊണ്ട്, ഒരു പേരുദോഷം ഉള്ളതുകൊണ്ടായിരിക്കും ഈ ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ അതിന് ആളുകൾക്ക് അതിനെക്കുറിച്ചൊരു മറുപടി പറഞ്ഞു കൊടുക്കാനാണ് ഞാനത്. അതായത് ഈ വധശിക്ഷ കൊടുക്കണമെങ്കിൽ ഒരു കേസ് റെയറസ്റ്റ് അമംഗ് റെയർ ആയിരിക്കണം, അപൂർവങ്ങളിൽ അത്യപൂർവമായിട്ട് ഉള്ള ഒരു കേസായിരിക്കണം. അങ്ങനെയുള്ള കേസിലേ വധശിക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ. ഏതൊക്കെയാണ് അപൂർവങ്ങളിൽ അത്യപൂർവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീരുമാനിക്കാൻ കുറേ മാനദണ്ഡങ്ങൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിയായ രീതിയിൽ സുപ്രീം കോടതി പറഞ്ഞേക്കുന്നത് നമ്മളെ സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച്, ഭരണഘടനാ ബെഞ്ചിൻ്റെ ഒരു വിധിയാണ് ബച്ചൻ സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ആ ബച്ചൻ സിംഗ് കേസിലാണ് സുപ്രീം കോടതി ഈ ഒരു വിഖ്യാതമായ ആ ഒരു പ്രസ്താവന, ഈ വിധി നടത്തിയത്. അതിനകത്ത് പറഞ്ഞു, ഒരു വധശിക്ഷ കൊടുക്കണമെങ്കിൽ അതിൽ ഈ സ്പെഷ്യൽ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസ് കാണണം. അതായത് പ്രത്യേക രീതിയിലുള്ള ഫാക്ട്സും അതിൻ്റെ സാഹചര്യങ്ങളും കാണണം, വസ്തുതകൾ കാണണം. ഇനി അത് മാത്രമല്ല, അത് എപ്പോഴും റെയറസ്റ്റ് എമംഗ് റെയർ ആയാൽ മാത്രമേ, അതായത് അപൂർവങ്ങളിൽ അത്യപൂർവങ്ങളായി മാറിയാൽ മാത്രമേ അതിൽ വധശിക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന് കുറേ പാരാമീറ്റേഴ്സ് പറഞ്ഞു കേട്ടോ. ഉദാഹരണമായിട്ട് അത് ഈ പറഞ്ഞത്, അതായത് ഒരു പീസ് കീപ്പിംഗ്, ഒരു സമാധാനം പുലർത്താനുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ മിലിറ്ററിയോ ആരെങ്കിലും അങ്ങനെയുള്ള ആ ഉദ്യോഗസ്ഥരെ ആരെങ്കിലും കൊലപ്പെടുത്തുന്നിരിക്കട്ടെ, അത് റെയറസ്റ്റ് അമംഗ് റെയർ ആവും. ഇപ്പോൾ പോലീസുകാർ യഥാർത്ഥത്തിൽ ഒരു റോബറി നടക്കാൻ പോകുന്നു, ഒരു പോലീസുകാർ ഇത് അറിഞ്ഞ് കേട്ട് അവിടെ ചെല്ലുന്നു. ഈ റോബറർ ചെയ്യുന്ന പണി, അല്ലെങ്കിൽ ഡക്കോയിറ്റ് നടത്താൻ പോകുന്നവർ, അവർ ചെയ്യുന്നത് ഇതേപോലെ ചിലപ്പം ഈ പോലീസുകാരനെ കയറി കുത്തിക്കൊല്ലും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അവരുടെ ഡ്യൂട്ടിയിലുള്ളതാണ്, ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് പോയതാണ്. അതുകൊണ്ട് റെയറസ്റ്റ് അമംഗ് റെയർ ആവും. പിന്നുള്ളത് ഇതേപോലെ ഒരുപാട് സാരി ബ്രോഡ് ഡേ ലൈറ്റിൽ, അതായത് നല്ല പകൽ വെളിച്ചത്തിൽ ഈ എല്ലാവരും ഒരുപാട് പേര് പരസ്യമായിട്ട് ഒരാളെ കൊലപ്പെടുത്തുക, അത് റെയറസ്റ്റ് അമംഗ് റെയർ ആകാം, മറ്റ് സർക്കംസ്റ്റാൻസും ഒക്കെ ശരിയാകുന്നെങ്കിൽ. പിന്നെ അതായത് മർഡർ ഫോർ ഗെയിൻ, അതായത് ഇത് എന്തെങ്കിലും പിടിച്ചു പറിക്കാനോ അല്ലെങ്കിൽ ഡക്കോയിറ്റിയോ റോബറിയോ ഒക്കെ നടത്താനോ, അതേപോലെ തന്നെ പണം മാത്രം ലക്ഷ്യമാക്കി ഒരാളെ കൊലപ്പെടുത്തുക, അതും മറ്റ് സാഹചര്യങ്ങളൊക്കെ ആകുകയാണെന്നുണ്ടെങ്കിൽ റെയറസ്റ്റ് അമംഗ് റെയർ ആകാം. ഇങ്ങനെ പല 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 ഇത്. അതുപോലെ സൊസൈറ്റിയുടെ ഒരു ഔട്ട്ക്രൈ, സൊസൈറ്റിയുടെ കോൺഷ്യൻസിനെ, സമൂഹത്തിൻ്റെ മനസാക്ഷിയെ പിടിച്ചു കുലുക്കുന്ന കൊലപാതകങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ളതിനകത്തും റെയറസ്റ്റ് അമംഗ് റെയർ ആകാം അത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പാരാമീറ്റർ പറഞ്ഞത് അതായത് ഈ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസും അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസും നോക്കണം. അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസ് പറഞ്ഞാൽ ഇയാൾ ഈ കൊല നടത്തിയതിൻ്റെ അതിൻ്റെ കാഠിന്യം കണക്കാക്കി നോക്കി അത് എത്രത്തോളം അഗ്രവേറ്റ് ചെയ്തേക്കുന്നതാണ്, എത്രത്തോളം ആ രീതിയിൽ ഗുരുതരമായിട്ടുള്ളതാണ് എന്നുള്ള ആ സർക്കംസ്റ്റാൻസുകൾ, ഗുരുതരമായി ഉള്ള ഭവിഷ്യത്തുകൾ വരാവുന്ന ആ സർക്കംസ്റ്റാൻസ് എല്ലാം കണക്കാക്കിയെടുക്കുക. അത് എപ്പോഴും പ്രതിക്കെതിരായിരിക്കും. മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ്, ഇത് കുറയുന്ന, അതായത് ഇതൊന്ന് കുറയ്ക്കാവുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എന്നും കൂടെ നോക്കണം. ഇത് രണ്ടും വേ ചെയ്തിട്ട് അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ഔട്ട്വേ ചെയ്യുക, അത് കൂടുക. അത് മാത്രമല്ല, ലെസർ ആൾട്ടർനേറ്റീവ് ഈസ് അൺക്വസ്റ്റ്യനബിളി ഫോർക്ലോസ്ഡ്, അതായത് ജീവപര്യന്തം തടവ് ശിക്ഷ എന്ന് പറയുന്നത് അതിന് ഒട്ടും തന്നെ പര്യാപ്തമല്ലാതിരിക്കുക, അങ്ങനെയുള്ള കാരണം കൂടെ കൊണ്ടാവുമ്പോഴും യഥാർത്ഥത്തിൽ റെയറസ്റ്റ് അമംഗ് റെയർ ആവുള്ളൂ. അങ്ങനെയുള്ള കേസിൽ വധശിക്ഷ കൊടുക്കാം. എന്നാൽ ഈ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് കണക്കാക്കുമ്പോൾ അതിനകത്തുള്ള ഒരു പാരാമീറ്റർ പറഞ്ഞത്,
ഹീ ഷുഡ് നോട്ട് ബി ടു യങ് ഓർ ടു ഓൾഡ് എന്ന് പറഞ്ഞാൽ ഈ പ്രതി വളരെ ചെറുപ്പമായിരിക്കാൻ പാടില്ല, വളരെ പ്രായം കൂടുതലുള്ള ആളും ആവാൻ പാടില്ല എന്നൊന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അന്ന് പറഞ്ഞ കാര്യമാണ്. ഇത് 1980 പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം നമ്മളൊന്ന് ആലോചിക്കണം, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇയാൾക്ക് പ്രായ കൂടുതലാണോ ഇല്ലയോ, അതിൻ്റെ ബെനിഫിറ്റ് ഇയാൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു സംശയം നമുക്ക് വരുന്നത്. പക്ഷേ ഇതെൻ്റെ അഭിപ്രായമായി പറയുന്നത് കേട്ടോ. കോടതിക്ക് പല അഭിപ്രായങ്ങൾ ഈ കാര്യത്തിൽ കാണും. 79 വയസ്സുള്ളപ്പോൾ ഇയാൾക്ക് ഇതെല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റിയ ഈ രീതിയിൽ. അപ്പോൾ 79 വയസ്സുള്ള ആളും ഒരു ടു ഓൾഡ് എന്ന് പറയാം, അങ്ങനെ നമുക്ക് പറയാം. ഇത് ഹീ ഷുഡ് നോട്ട് ബി ടു യങ് ഓർ ടു ഓൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യവയസ്കരെ മാത്രമേ ഇതിൽ കൊല്ലാൻ പറ്റൂ, വധശിക്ഷയ്ക്ക് വിധിക്കാൻ പറ്റൂ എന്നൊരു കാഴ്ചപ്പാട് വരും. അതല്ല അതിൻ്റെ അർത്ഥം. ഹീ ഷുഡ് നോട്ട് ബി ടു ഓൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇയാൾക്ക് സ്വതന്ത്രമായിട്ടൊരു ചിന്തിക്കാനുള്ള ഒരു കഴിവൊന്നുമില്ല, അയാൾക്ക് അതുപോലുള്ള ആവശ്യതയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ആളായിരിക്കണം. ഇയാൾക്ക് വല്ല ഒരാവശ്യതയും കാണുന്നില്ല. ഇത് മാത്രമല്ല, 79 വയസ്സിൽ ഇത്രയും കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് ഇത്രയും മുന്നൊരുക്കങ്ങൾ നടത്തി കോൾഡ് ബ്ലഡഡ് മർഡറാണ് ഇത്. അത് കോൾഡ് ബ്ലഡഡ് മർഡർ ആണെന്നുണ്ടെങ്കിൽ അത് റയറസ്റ്റ് എമംഗ് റയർ ആകാം എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതാണ്. ബച്ചൻ സിംഗ് കേസിൽ തന്നെ കോൾഡ് ബ്ലഡഡ് ഡയബോളിക്കൽ. കാരണം ഇയാൾക്ക് യാതൊരു അയാളുടെ മോനും മരുമകളും 2 കുഞ്ഞുങ്ങളുമാണ്, പെൺമക്കളുമാണ്. അവരെ ഇട്ട് ചുട്ടുകൊല്ലാൻ വേണ്ടി ഇയാൾ ചെയ്ത പണിയെന്ന് പറയുന്നത് ഇത് ഇത്രയും മുന്നൊരുക്കങ്ങൾ നടത്തി ഇയാൾ ചെയ്തതാണ്. അപ്പോൾ പ്രീ പ്ലാൻഡ് ആണ്, അതായത് ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള മർഡർ. അതൊക്കെ പലപ്പോഴും റയറസ്റ്റ് എമംഗ് റയർ ആവും. ഇത് ഇയാൾക്ക് ആകെപ്പാടെ ഇയാൾക്കുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് 82 വയസ്സെന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ 82 വയസ്സൊക്കെ ഇന്നുള്ള ആളിന് ഇയാൾക്ക് ഇതേപോലെ 79 വയസ്സിൽ ഇത്രയും അറേഞ്ച് ചെയ്തൊക്കെ ശരിയാക്കി എടുത്ത് റെഡിയാക്കാൻ പറ്റുമെങ്കിൽ ഇത്രയും കൂട്ടക്കൊല നടത്തിയ ഒരാളെ ഇത്രയും ഡയബോളിക്കലായിട്ട് കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള മർഡർ, അത് പ്രീ പ്ലാൻഡ് ആണ്, മുൻകൂട്ടി കരുതി ഇത്രയൊക്കെ ചെയ്ത ഒരാൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇയാൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? ഇയാളെ എന്തിനു ചെലവിന് കൊടുക്കണം സമൂഹം? ഇവനെയൊക്കെ ജയിലിട്ട് എന്തിനാ ചെലവിന് കൊടുക്കണ്ടെന്ന് ചിന്തിക്കണ്ടേ? 79 വയസ്സിൽ ഇയാൾക്ക് ഇത് മുഴുവൻ അറേഞ്ച് ചെയ്ത് നടപ്പാക്കാൻ പറ്റി ഇയാൾക്ക്. അപ്പോൾ ഇയാൾക്ക് മാനസാന്തരത്തിന് വല്ല കാര്യമുണ്ടോ? ഈ 82 വയസ്സുള്ളവന് എന്തോന്ന് മാനസാന്തരം ഉണ്ടാവാനാണ്? 79 വയസ്സ് ഇത്രയും ചെയ്ത ഒരുത്തന് ഇനി എന്തോ മാനസാന്തരം ഉണ്ടാവാനാണ്? അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ആ ജഡ്ജിനെ അഭിനന്ദിക്കുകയാണ്. ആ വിധി ശരിയാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇത് ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ട് ഞാനിത് പറഞ്ഞതാണ്. ഇനി അത് ഹൈക്കോടതി ഇതിൻ്റെ ഫാക്ട്സൊക്കെ നോക്കിയതിന് ശേഷം കൺഫേം ചെയ്യും. മാത്രമല്ല ഇയാൾ ചെയ്ത പണി ഇത് എന്നിട്ട് അതായിരുന്നു വാദവും, ഇവർ ആത്മഹത്യ ചെയ്തതാണ് വീട് അടച്ചിട്ട്. ഇതാ പറഞ്ഞേക്കുന്നത്. വെളിയിൽ നിന്ന് പെട്രോൾ എടുത്ത് ഇതുപോലെ കത്തിച്ച് കുപ്പിക്കകത്ത് കത്തിച്ച് പെട്രോൾ ബോംബ് ഉണ്ടാക്കുന്ന ആ ലാഘവത്വം അതേപോലുള്ള ഇടപാടിലൂടെ ചെയ്ത് ഇത്രയും പെട്രോൾ എടുത്ത് ഒഴിച്ച് കുപ്പിയിൽ പെട്രോൾ എടുത്ത് കത്തിച്ച് അങ്ങോട്ട് എറിഞ്ഞ് ഇവരെ ആ വീട് മുഴുവനായിട്ട് തീവെന്ത് അതിൻ്റെ ജനലുകളെല്ലാം കത്തി കരിഞ്ഞു പോയി നമുക്ക് കാണാം. അത് ആ രീതിയിൽ അവർക്ക് പുറത്തിറങ്ങാൻ വയ്യ. അകത്താണെങ്കിൽ വെള്ളം ഒഴിച്ച് തീയെടുത്താനും ഒക്കുന്നില്ല. കാരണം അതൊക്കെ ഇത്രയും ചെയ്ത ഒരാളെ ഒക്കെ എന്തുകൊണ്ട് ഇത് റയറസ്റ്റ് എമംഗ് റയർ ആകുന്നില്ല എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. ഇപ്പം പണ്ട് സുപ്രീം കോടതി വിധി പറയുന്ന സമയത്തൊക്കെ 55 വയസ്സ് 60 വയസ്സൊക്കെ ആയിരുന്നു ഒരാളുടെ ലോഞ്ചിവിറ്റി, അതായത് ജീവിതത്തിൻ്റെ കാലം. പക്ഷേ ഇന്ന് അതൊന്നുമല്ല. ഇന്നിപ്പോൾ 85 വയസ്സ് വരെ ഒരു കുഴപ്പമില്ലാതെ ആളുകൾ ഇരിക്കും. കാരണം ഇന്നത്തെ ചികിത്സാ സൗകര്യങ്ങളുണ്ട്, മരുന്ന്, അങ്ങനെയുള്ള സൗകര്യങ്ങളുമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണക്കാക്കുന്നുണ്ടെ ഇയാൾ ഹീസ് ടു ഓൾഡ് എന്നുള്ള പ്രിൻസിപ്പിൾ ഇതിനകത്ത് നിൽക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഇതെൻ്റെ അഭിപ്രായമാണ്. ബാക്കിയുള്ള ആളുകൾക്കും മറിച്ച അഭിപ്രായങ്ങൾ കാണാം. ഇതെൻ്റെ ഒരുപാട് പേര് സഹോദരങ്ങൾ വിളിച്ച് ചോദിച്ചുകൊണ്ട് ഞാനിത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ.